കൊണ്ട് സ്ഥാപന ഉടമ നിർവഹിപ്പിച്ചു. നമസ്കാരം. വളരെ നന്മയുള്ള, വളരെ സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു വാർത്ത, ഒരു സംഭവം ഞാൻ കേട്ടു. അത് എൻ്റെ അറിയാത്ത സ്നേഹത്തുമ്പികളുമായി കൂടി പങ്കുവെക്കണമെന്ന് വിചാരിച്ചു, തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്ന സ്ഥലത്ത് 20 വർഷമായിട്ട് ആ ജംഗ്ഷനിൽ ഒരു സ്റ്റുഡിയോ നടത്തി വന്നിരുന്ന അയാളുടെ ഒരു പുതിയ സ്ഥാപനം ആരംഭിച്ചു. അപ്പോൾ അത് ആരെക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചത് എന്നുള്ളതാണ് ഈ വാർത്ത. അതായത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ വർഷങ്ങളായി കപ്പലണ്ടി വറുത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു വൃദ്ധനെ, ശാരീരികമായിട്ട് പരിമിതികളുള്ള ഒരു വൃദ്ധനെ കൊണ്ടാണ് അദ്ദേഹം കട ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. ഉദ്ഘാടനങ്ങളൊക്കെ വളരെ ആഘോഷങ്ങളും പ്രഹസനങ്ങളും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതൊരു നല്ല കാഴ്ചയാണ്, വേറിട്ട കാഴ്ചയാണ്. ഇനി എന്താണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നല്ലേ, ഇദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത. ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിക്ക് വരുന്നു, കൃത്യമായിട്ട് അത് ചെയ്യുന്നു, എപ്പോഴും ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് അതിൽ നിന്നൊക്കെ ഒരു ആർജവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്റ്റുഡിയോയുടെ ഓണർ അദ്ദേഹത്തിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചത്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലേ? നന്മ വറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കാലത്ത് ഇത്തരം വാർത്തകൾ വലിയ പ്രസക്തി അർഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദ്ഘാടനം എന്ന് പറയുന്നത് സിനിമാ നടി അല്ലെങ്കിൽ സിനിമാ നടൻ, ഒരു സെലിബ്രിറ്റി, സ്വന്തം മാതാപിതാക്കളെ കൊണ്ട് പോലും അത് ചെയ്യിപ്പിക്കാത്ത ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തി ഒരു വലിയ ഗംഭീര ആഘോഷമാക്കി മാറ്റുന്ന ഒരു വേളയാണ് ഉദ്ഘാടനങ്ങൾ ഈ സ്ഥാപനങ്ങളുടെ. അതങ്ങനെ തന്നെ വേണം, കളറാക്കണം, നല്ല സന്തോഷത്തോടു കൂടി തുടങ്ങണം, ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെ തുടങ്ങണം. അതൊക്കെ ശരിയാണ്. പക്ഷെ ആ ഉദ്ഘാടനം ആര് നിർവഹിക്കുന്നു, ആരാണ് അതിന് പ്രധാനിയായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടി ഈ സിനിമാ നടികളെ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും അവരെയൊക്കെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് നിർത്തി പ്രദർശിപ്പിച്ച് ആളെ കൂട്ടുന്ന രീതിയൊക്കെയാണ് ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത്. അതൊരു ചെറിയ സ്ഥാപനം തൊട്ട് വലിയ സ്ഥാപനങ്ങൾ വരെ ഇപ്പോൾ ആ ഒരു ട്രെൻഡിൻ്റെ ഒപ്പമാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഇവരൊക്കെ ഇങ്ങനെ വ്യത്യസ്തരായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ. എത്രത്തോളം സന്തോഷമായി ആ വാർത്ത കണ്ടപ്പോഴെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഈ വ്യക്തിയെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ലെങ്കിൽ പോലും കണ്ടപ്പോൾ നമ്മുടെ കണ്ണ് നിറയുകയാണ്, സന്തോഷം നമ്മുടെ മനസ്സിൽ വന്ന് നിറയുകയാണ്. ആരോടും കൈനീട്ടാതെ അധ്വാനിച്ച് ജീവിക്കാനുള്ള വയോധികന്റെ മനസ്സിന്റെ ഇച്ഛാശക്തി കണ്ടിട്ടാണ് തന്റെ പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വയോധികനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ഉറപ്പിച്ചത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് സ്ഥാപന ഉടമകളോടൊക്കെ അപേക്ഷിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ പുതിയതായിട്ട് ഓരോ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ ബ്രാഞ്ചുകളൊക്കെ തുറക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് ആരെക്കൊണ്ടാണ് എന്ന കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചിന്തിക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ്റെ ആവശ്യമില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അത്. നമ്മളൊരു പുതിയ സ്ഥാപനം തുടങ്ങുന്നു, പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുന്നു, സന്തോഷമുള്ള ഒരു തുടക്കത്തിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് നമ്മുടെ കൂടെ നിന്ന് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സെലിബ്രിറ്റികളുടെ പിന്നാലെ നിങ്ങൾ പായുന്നത്? അത് ആങ്കർ ചെയ്യാൻ ഒരാൾ, ആ ഉദ്ഘാടനം എന്തിനാണ്? നിങ്ങളുടെ കഷ്ടപ്പാടാണ് ആ സ്ഥാപനം. അപ്പോൾ നിങ്ങളല്ലേ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്, ഉദ്ഘാടനം ചെയ്യാൻ ആളെ ക്ഷണിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ സഹകരണം തേടേണ്ടതൊക്കെ നിങ്ങളല്ലേ, നിങ്ങളുടെ നാവ് കൊണ്ടല്ലേ അത് ചെയ്യേണ്ടത്. സ്ഥാപന മേധാവിയാണ് അത് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഉദ്ഘാടനം മാത്രമല്ല, ഏതൊരു ചടങ്ങാണെങ്കിലും, വിവാഹമാണെങ്കിലും, ഒരു ബർത്ത്ഡേ ആണെങ്കിലും എല്ലാം ഒരു അവതാരകയെ കൊണ്ടുവരും. അവരാണ് ഇത് ആങ്കർ ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അതിഥിയെ, ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരാളിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ വന്ന് ആങ്കർ ചെയ്യുന്ന സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി. ഒന്നുമല്ല, അവർ ശമ്പളം വാങ്ങിച്ചിട്ട്, പണം വാങ്ങിച്ചിട്ട് അവരുടെ ജോലി ചെയ്യുകയാണ്. അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത കാണുമോ? എത്ര യാന്ത്രികമായിട്ടായിരിക്കും അവരത് ചെയ്യുന്നത്. അതേസമയം നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ഒരു ബന്ധു അല്ലെങ്കിൽ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കുക, അവരതിനെപ്പറ്റി സംസാരിക്കുക. അത് എന്ത് രസമായിരിക്കും.
കെമിസ്ട്രി അവിടെ പ്രത്യേക കെമിസ്ട്രി അവിടെ വർക്കൗട്ട് ആവില്ലേ? നിങ്ങളുടെ അതിഥികളുടെ മുഖത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ മുഖത്ത് ഒരു പ്രത്യേക പുഞ്ചിരി പ്രത്യക്ഷപ്പെടില്ലേ? യാന്ത്രികമാക്കി മാറ്റാതിരിക്കുക. നമ്മൾ പുറത്തു നിന്നുള്ള സംസ്കാരം നമ്മൾ അനുകരിച്ച് നമുക്കൊരു സംസ്കാരം ഇല്ലാതെ പോകുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ ആരും സംരക്ഷിക്കാതെ പോവുകയാണ്. അപ്പോൾ ഏതായാലും വിഷയത്തിൽ നിന്ന് ഞാൻ മാറുന്നില്ല. ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ ചങ്ങല പോലെ അതിനോട് ബന്ധിപ്പിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനിടയിൽ ഞാൻ ഗാന്ധി ഭവനിൽ നിന്നുള്ള ഒരു വീഡിയോ കൂടി കണ്ടു. ഒരമ്മ 10-20 വർഷമായിട്ട് ഗാന്ധി ഭവനിലെ അന്തേവാസിയാണ്. ഒരാളവിടെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ഉടുപ്പിന് തുണി വേണം. നമ്മുടെയൊക്കെ നിസാരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലരുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളായിരിക്കും. നമുക്കിപ്പോൾ ദൈവം സഹായിച്ച് ഒരു ഉടുപ്പ് വേണം, ഒരു ഡ്രസ്സ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ചെന്നത് വാങ്ങിക്കാനുള്ള അവസ്ഥയുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്, ശേഷിയുണ്ട്. പക്ഷെ അതൊന്നുമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഒരു തുണി, ഒരു കഷ്ണം തുണി, ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും. അത്തരത്തിലൊരു അമ്മ പറഞ്ഞു അവർക്ക് ഇടാനൊക്കെ ഉണ്ട്, ഡ്രസ്സൊക്കെ ഉണ്ട്, എന്നാലും പുതിയ ഒരു ഉടുപ്പ് വേണം, അതായത് പുതിയൊരു ബ്ലൗസ് വേണം എന്ന ആഗ്രഹം. അപ്പോൾ അത് സാധിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയുടെ തിളക്കം വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. അത്രത്തോളം തെളിച്ചമുള്ള ചിരി, അനുഗ്രഹം. ആ ചിരിയാണ് അനുഗ്രഹം, അവരുടെ സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഒരാളെ അർഹതപ്പെട്ട ഒരാളെ സഹായിച്ചു കഴിയുമ്പോൾ അവർ തിരിച്ച് നമ്മളോട് കാണിക്കുന്ന ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, പറയുന്ന ഒരു നന്ദി വാക്കുണ്ടല്ലോ, അതിൽ സകലതും നമുക്ക് കിട്ടി. എനിക്ക് സങ്കടം വന്നുപോയി. അവിടെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചോളുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിസ്സാരരെന്ന് നമ്മൾ കരുതുന്ന ചിലർ, അവരിലൂടെ ആയിരിക്കാം വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാകുന്നത്, വലിയ അനുഗ്രഹം നമുക്കുണ്ടാകുന്നത്, നമ്മുടെ ജീവിതം തന്നെ വഴിമാറുന്നത്, നമ്മുടെ മനസ്സ് തന്നെ മറ്റൊരിടത്തേക്ക് നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആരെയും നിസ്സാരരായി കാണാതിരിക്കുക. ഓരോ സമയത്തും ഓരോരുത്തർക്കും അർഹിക്കുന്ന പരിഗണന നൽകുക. ഏതായാലും ആ സ്ഥാപന മേധാവിക്ക് എൻ്റെ എല്ലാവിധ ആത്മാർത്ഥമായ ആശംസകളും. ആ സ്ഥാപനം ഭാവിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ വളരട്ടെ. നല്ല പുതിയ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് ഇനിയും തുടങ്ങാൻ, ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഈ ഒരു വാർത്ത നിങ്ങൾ നേരത്തെ അറിഞ്ഞതാണോ? ഈ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടി വന്നത്? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ എല്ലാ അഭിപ്രായങ്ങളും വിലപ്പെട്ടതാണ്, മൂല്യമുള്ളതാണ്, വിശേഷമുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങൾ രേഖപ്പെടുത്തുന്നത്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ചുമ്മാതെ വീഡിയോ കണ്ട് നിങ്ങൾ പോകുകയല്ല, ഒരു ലൈക്ക് ചെയ്ത് നിങ്ങൾ പോകുകയല്ല ചെയ്യുന്നത്. വിശദമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് കാര്യങ്ങൾ എഴുതാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് നിസ്സാര കാര്യമേ അല്ല. മറ്റുള്ള പ്രേക്ഷകർക്കും അത് ഉപകാരപ്പെടും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയെ പറ്റി എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുമെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു.